മാക്സിമം ആൾക്കാരില്ലേ വിളിച്ചു കയറ്റുന്നുണ്ട്. വിളിച്ചു കയറ്റുന്നുണ്ടാ? വിളിച്ചു കയറ്റാൻ കണ്ണൂർ 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 കൊയിലാണ്ടി കാസർഗോഡ് കാസർഗോഡൊക്കെ അല്ലേ അത്. അടുത്ത ഷോപ്പേ ഇറങ്ങാണ്ട 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 ആളിറങ്ങാണ്ട ഇറങ്ങാനില്ല. ഈ ഏട്ടൻ വരുന്നുണ്ടാ? വരുന്ന ഏട്ടൻ വരുന്നുണ്ടാ? നിങ്ങൾക്ക് വേണ്ടി നിർത്തിയത് വരുന്നുണ്ടാ? ഇല്ല നീ പോയില്ല. നീ പറ്റില്ല. അത് ലേഡീസ് കമ്പാർട്ട്മെന്റാ. പിടിക്കും ഇപ്പൊ പറഞ്ഞു പോലീസ്. കൊറേ ടൈം ആവാ കണ്ണൂര്. ഞാൻ നടന്നിട്ട് പോയിക്കോളാം. ഉള്ളൂ 5 കിലോമീറ്റർ എത്തുമ്പോ ആ ട്രെയിൻ എത്തും. 5 കിലോമീറ്റർ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും പോയാൽ കണ്ണൂര് ടൗൺ ഓടിക്കാൻ വഴിയില്ല. ഹായ്, റഷീദ് ഖാൻ മിണ്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. റഷീദ് ഖാൻ ഫുൾ ദേഷ്യത്തിലുള്ളത്. നിൽക്കുന്നുണ്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മിണ്ടൂല. ഞാൻ കാരണം ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ട്രെയിനിൽ പോയിട്ടില്ല. വടകര വന്നെയാണ് നമ്മൾ രണ്ടാളും കൂടി. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്, കേൾക്കുവാൻ അറിയില്ല. വടകര വന്നെയാണ് നമ്മൾ രണ്ടാളും കൂടി. അപ്പോൾ നോക്കുമ്പോൾ ടിക്കറ്റ് എടുത്തു ട്രെയിനിന് കണ്ണൂരേക്ക്. ടിക്കറ്റ് എടുത്തത് ഈ ട്രെയിനല്ല, ബാക്കിലാണ് ആ ട്രെയിൻ വരുന്നത്. അപ്പോൾ ആദ്യം വന്നേരം എന്നെ വലിച്ചിനത് കയറ്റി. ഇതാണ് ആദ്യത്തെ പറഞ്ഞത്. ഇപ്പോൾ നോക്കുമ്പോൾ ഇത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഞാൻ എത്തുക. ഇതിപ്പോൾ എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നുണ്ട്. നിർത്തുന്നുണ്ട്. അതാണ് വടകരയിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയല്ലോ. 4-5 സ്റ്റോപ്പിൽ നിർത്തി. ദേഷ്യം വന്നിട്ട് നിൽക്കുക. ഇത് എന്നോട് ദേഷ്യം വേണ്ടി ആയിരുന്നില്ല. വടകര ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വരുന്നത്. അതിലൂടെ ബസ്സിന് പോയാൽ മതി. ബസ്സിനാണ് ഇപ്പൊ തലശ്ശേരി എത്തിയിട്ടുണ്ടാവും. ഇനി എന്താ ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യണം. ഇനിയിപ്പോ എന്തായാലും നിൽക്കേ ഈ പോക്ക് വരത്തേക്ക് നേരെ പോന്നാ ട്രിപ്പ് അടിച്ചാലോ? എവിടേക്ക് പോവാ? ഈ ട്രെയിന് മംഗലാപുരം വരെ എടുത്തു. മംഗലാപുരം എത്തിയിരുന്നാല് വേറെ ആണെന്ന് പറയുന്നത് വണ്ടിക്ക് മധുരക്ക് പോകാനാവോ? മധുര മീനാക്ഷി മധുര അങ്ങോട്ടാ ഇങ്ങോട്ടാ പോവാ. ഇങ്ങോട്ട് നമുക്ക് കർണാടക നമ്മളൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? എന്താ സ്ഥലത്തിന്റെ പേര്? നമ്മൾ ഇതല്ലുള്ള ഗവി പോലെയുള്ള മറ്റേ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് പോവാം. കാട്ടിലേക്ക് നീ മലകര റെഡിയാ? നിങ്ങൾ അല്ല റഷീദ് ഖാൻ പിന്നെ ട്രക്കിംഗ് എല്ലാം പോകുമ്പോ എന്നെ വിളിക്കലുണ്ടേ. പക്ഷെങ്കിൽ എനക്കെന്താ വെച്ചാല് ഒന്നാമത് സിനിമയെല്ലാം തിരക്കായതുകൊണ്ടാണ് അന്നേരം പോവാന്. പിന്നെന്താ വെച്ചാല് ഞാൻ എനിക്കിങ്ങനെ ഒന്ന് കയറി പോകുമ്പോലേ അനക്ക് പിന്നെ വേറെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ഏത് ട്രിപ്പിനും ആൾക്കാർ ഇത്ര ദിവസം കൊണ്ട് വരുവാ അങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ ഞാൻ കൂട്ടി പോരാ. എന്റെ ട്രിപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരാം, റെഡി. യാത്രയേ ഉള്ളൂ, അല്ല ലക്ഷ്യമേ ഉള്ളൂ. തിരിച്ചിങ്ങോട്ടേക്കുള്ള അതില്ല. നമുക്കെല്ലാം വെച്ചാല് മറ്റേ ഇതല്ലേ പറയാ. ഞാനിപ്പോ ലാസ്റ്റ് ഒരു ട്രിപ്പ് പോയി. ഇപ്പം 3 ആളെയും കൂട്ടിയിട്ട് ട്രിപ്പ് പോയി. അതിന് അവര് ഓൾറെഡി പറഞ്ഞു അവർക്ക് അത്രയും ലീവ് ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. എന്നിട്ട് ഒരു ദിവസം ലേറ്റ് ആയി വണ്ടി പോയി കഴിഞ്ഞു. അതുകൊണ്ട് ട്രിപ്പിന് പ്ലാനിങ് ആക്കിയ ഒന്നും നടക്കൂല. കാരണം ഒരു പോക്ക് ആ പോകുന്ന വൈക്കില്ലേ ചിലപ്പോ നമ്മൾ കാണാത്ത പ്ലേസ് കാണാൻ വേണ്ടി നമുക്ക് 1 ദിവസം 2 ദിവസം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ട്രിപ്പിന് ലോങ് ട്രിപ്പിന് പ്ലാനിങ് ഇല്ല. അത്ര ദിവസം ടൂർ പാക്കേജ് നമ്മൾ നടത്തുന്നില്ല. റഷീദ് ഖാന്റെ ഒപ്പം പോയാലും ടൂർ പാക്കേജ് ഇല്ല. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന ലക്ഷ്യസ്ഥാനത്തേക്കും ഇത്ര ദിവസമില്ല, തിരിച്ച് വീട്ടിലേക്കും ഇത്ര ദിവസത്തിനുള്ളിൽ എത്തുന്നുള്ളൊരു ഇതില്ല. എത്തും എന്തായാലും, ആടി ഒത്തും കൂടി എത്തും. അതെന്ന് വെച്ചാല് എങ്ങനെ പോയാലും എവിടെയെങ്കിലും എത്തിച്ചേരും. അതിനുള്ള ഭാഷയും അറിയാം. അപ്പൊ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾ ഇന്ത്യയിൽ എവിടെ കറങ്ങുന്നുണ്ടെങ്കിൽ റഷീദിനെ കോൺടാക്ട് ചെയ്താൽ ഏകദേശം എല്ലാം ഞാൻ പറഞ്ഞു തരും. കുറെ കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള എന്നെ വിളിച്ച സ്റ്റോപ്പ് തീടി പറഞ്ഞത് 8ാമത്തെ സ്റ്റോപ്പാണ്. എടുക്കും, വേഗം നിർത്തിയിട്ട് എടുക്കും. മാക്സിമം ആളെ കയറ്റലാണ്. ലോക്കൽ ട്രെയിൻ അല്ലേ, അവിടെ മാക്സിമം ആളെ കയറ്റിട്ട് വിളിച്ചു കയറ്റുന്നുണ്ടാ? വിളിച്ചു കയറ്റാൻ കണ്ണൂർ 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 കൊയിലാണ്ടി കാസർഗോഡ് കാസർഗോഡൊക്കെ അല്ലേ അത്. കണ്ണൂർ 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 എൻ്റെ കൂടെ വന്ന ആളല്ലേ ഇത്, അതൊക്കെ പരിചയമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയാ ഇൻട്രോ തുടങ്ങിയിട്ട് ഇപ്പൊ അങ്ങനെയാ. അതാ പോയി തിരക്കുള്ള ഡ്രൈവറാണ്. വഴിയപ്പോഴും എൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, എന്തൊരു പാട്ടുണ്ട്. അനക്കറിയില്ല, പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
അന്നേരം അങ്ങനെയാണ് നമ്മൾ കണ്ണൂർ എത്തട്ടെ, ഒരു അരമണിക്കൂർ കൊണ്ട് എത്താൻ മതിയേനു. ഇല്ല, ഇത് കുറച്ച് ലേറ്റ് ആവും. എക്സ്പ്രസ് വരുന്നുണ്ട്, കത്തിച്ച് വരുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇവര് തമ്മിൽ ഭാഷ, ഈ ട്രെയിനും ആ ട്രെയിനും തമ്മിൽ ഭാഷ ആയിരിക്കും. അനക്ക് തോന്നുന്നത് സത്യത്തിൽ ഈ എക്സ്പ്രസ് ആണ് മുന്നിൽ വരേണ്ടത്. അത് എവിടെയോ ലൈറ്റ് ആയിട്ടുണ്ട്, നല്ല ലൈറ്റ്. ഇപ്പില്ലേ നമ്മുടെ ട്രെയിനിൽ പോകുമ്പോൾ നമ്മള് പറയാനൊക്കെ പറ്റില്ല. നമുക്കിപ്പം ട്രെയിൻ ഈ വന്ദേ ഭാരത് വന്നതുകൊണ്ട്, വന്ദേ ഭാരത് ട്രെയിൻ ഉള്ളതുകൊണ്ട് അത് സ്പീഡ് പോകുന്നില്ലേ. അപ്പൊ പല ട്രെയിനുകളും പിടിച്ചിട്ട് അതുകൊണ്ടാണ് ഈ ലോക്കൽ ട്രെയിനുകളെല്ലാം ലേറ്റ് ആകും തോന്നുന്നു. അങ്ങനെ ആയിരിക്കും പറയാ, വിചാരിക്കാം. അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്പീഡ് കൂടുന്നുണ്ട് കേട്ടാ. നമ്മളൊന്ന് ആവശ്യമാക്കിയതാ. അപ്പുറം അടുത്ത ഷോപ്പിൽ നിർത്തും. ഡ്രൈവറെ വിളിച്ച് പറഞ്ഞോ, അതറിയില്ല. ഒന്നാമത് ഇവരെ കയ്യിലല്ല മൊത്തം യന്ത്രം, മൊത്തം മറ്റേ കൺട്രോളിന്റെ കയ്യിലാണ്. ഇവരെ ഓരോ സ്റ്റേഷനും അങ്ങോട്ടുള്ള ഓരോരു അവരെ കൺട്രോളിലാണ് ഇവരെ മൊത്തം. അവര് നിർത്തുന്ന് പറഞ്ഞാൽ നിർത്തണം. അങ്ങനെയാന്നില്ലോട്ടെ. ഇല്ലല്ല, അവര് സിഗ്നൽ കൊടുക്കുമ്പോ നിർത്തണോ? ഞാൻ പറയാം, അതെ വിളിച്ചു പറയും. ഓ 5 മിനിറ്റ് വീഡിയോ എടുക്കാൻ എന്നാ കട്ടാക്കാം, നമുക്ക് കണ്ണൂര് കാണാം. അടുത്ത സ്ഥലത്ത് നിൽക്കുന്നത് ഒരു ബോർഡ് വരെ ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനായത്. ബോർഡ് വരെ ഇല്ല, ഒരു സ്റ്റേഷന്റെ ബോർഡ് വരെ ഇല്ല. ഇവിടെ ആളെ ഇറങ്ങുന്നുണ്ടാ? ഒരു കുളം ഉണ്ട് കേട്ടോ, ആണല്ലേ വലിയ കുളം. കേറണ്ട സ്റ്റേഷൻ കേറാൻ ഇറങ്ങാൻ ആരുമില്ല. ഇറങ്ങിക്കോ. സ്റ്റേഷനാ? ഇതാണ് പേരില്ലാത്ത സ്റ്റേഷൻ. പേരില്ലാത്ത സ്റ്റേഷൻ അങ്ങനെ പറയും. അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ടായി കൂടെ, പേരില്ലാത്ത സ്റ്റേഷൻ അല്ലേ? ആളെ വിളിച്ചു കയറ്റാൻ വേണ്ടി പേരറിയണേ. അല്ല, കണ്ണൂരേക്കാന്ന് പറഞ്ഞാൽ മതി. കണ്ണൂരേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക്. ശരിയാ. നമ്മളിപ്പോ കണ്ണൂരിനെ പോകുന്ന അറിയില്ല, ആടെ ഏതോ പ്ലാറ്റ്ഫോമിൽ കയറി. അല്ലേ? അതെ, അങ്ങേ തന്നെ നിങ്ങളെ നമ്പിയിട്ടാ ഞാൻ കയറിനെ. കൊളല്ലേ? അതിന്റെ നടുക്ക് എന്തോ ഉണ്ട്, ശൂലമുണ്ട്. ഇങ്ങനെ ട്രെയിൻ പോകുമ്പോലേ നമ്മളിങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുവേ. പക്ഷെങ്കിൽ ചെറിയ അപകടം അതിന്റെ ബാക്കിൽ പതിയിരിക്കുന്നുണ്ട്. ജഗന്നാഥ ടെമ്പിൾ അങ്ങനെ റെയിൽവേ ഇതിന്റെ പേര് ജഗന്നാഥ ടെമ്പിൾ. മയ്യഴി കഴിഞ്ഞിട്ട് ജഗന്നാഥ ടെമ്പിളേ. ഇത്ര സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട് നമുക്ക് കാണാല. കണ്ണൂർ നിർത്താണ്ടും പോയ കളയാമോ നേരം പോയി നിർത്തി. അങ്ങനെയുണ്ട് ചില ബസ്സില്ലേ, എല്ലാ കണ്ട ഷോപ്പിൽ വെച്ച് നിർത്തി നമുക്ക് ഇറങ്ങേണ്ട ഷോപ്പിൽ ആശ് നിർത്തൂല, തിരക്കാതെ. അടുത്ത ഷോപ്പേ ഇറങ്ങാണ്ട ആളിറങ്ങാണ്ട. ഇറങ്ങാനില്ല. ഈ ഏട്ടൻ വരുന്നുണ്ടാ? നിങ്ങൾക്ക് വേണ്ടി നിർത്തിയില്ലേ? വരുന്നുണ്ടാ? ഇല്ല. നിങ്ങളോട് അങ്ങോട്ട് പോകാൻ പറയുക. ഞാൻ ഇറങ്ങുന്നില്ല, നീ ഇങ്ങനെ ഇറങ്ങുന്നത്. ഏതോ ഒരു സ്റ്റേഷൻ എത്തുന്നുണ്ട്. അതാണ് ഏതോ ഒരു സ്റ്റേഷൻ എത്താൻ പോകുന്നുണ്ട്. നല്ല പഴയ വീടുകൾ കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഇറങ്ങിയാണ്. അതെയാ, ഇത് തലശ്ശേരിയാണല്ലേ? ഇവിടെ കുറച്ച് സമയം പിടിച്ചിടുവാ മറ്റേ ട്രെയിൻ വരാൻ വേണ്ടി. ഇല്ല അല്ലേ? വെറുതെ അല്ല. ശരിയാവില്ല. ഓ ഓക്കെ, അതല്ലേ? അതെ സാർ, അത് നമ്മൾ യാത്ര ചെയ്യുമ്പോ ഇല്ലേ, നമ്മൾ കുറെ പഠിക്കുമോ, അന്നേരം അങ്ങനെ നമ്മളിതാകും. അതാണ് നമ്മള് ആർക്കെങ്കിലും ഏതെങ്കിലും ഉപകാരം ചെയ്താൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ തന്നെ ചെയ്താൽ പോലും നമുക്ക് തിരിച്ചു കിട്ടും. കർമ്മ. അത് നമ്മൾ പ്രതീക്ഷിക്കരുത് എവിടുന്നാ കിട്ടുവാന്നുള്ളത്. അത്രേ ഉള്ളൂ. ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും.
സംഭവം എന്ന് വെച്ചാൽ റഷീദ്ക്ക കുറെ ചായൻ്റെ പൈസ ഉണ്ടായില്ല, ചില്ലറ ഇല്ലാത്തതുകൊണ്ട് റഷീദ്ക്ക പൈസ കൊടുത്തു. അതല്ല അങ്ങനെ, അത് നമ്മള് എന്താ പറയാ, അല്ല അതല്ല അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തലശ്ശേരിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബോർഡർ പിടിച്ചു. നമ്മള് ഇവിടെ എന്തായാലും ഒരു 3 മിനിറ്റ് നിർത്തും അവര്. എന്നാ ചെറിയ സ്റ്റേഷനിലെല്ലാം കുറച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണിക്കാനാ ഈ നമ്മള് ചിലത് വണ്ടിയിലെടുത്ത് പോയാലും ചില സ്ഥലത്ത് കുറച്ചേരം അധികം നിർത്തിവിടില്ല, ആള് കാണാൻ വേണ്ടി. അതോണ്ടായിരിക്കും. എന്താ ഓർമ്മ പറയാൻ പറ്റില്ല, ഭയങ്കര നല്ലൊരു അനുഭവം. പറയാൻ പറ്റാത്ത ഓർമ്മയാണ് പിന്നെ പറയല്. പെട്ടെന്ന് സിനിമയിലെല്ലാം നടക്കാൻ പെട്ടെന്ന് സിനിമയിലാണ് അതെ 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 അതെ. ഷാരൂഖ് ഖാൻ ഒരു സിനിമ അത് ശരിയാ. അല്ല തലശ്ശേരിയല്ല, റെയിൽവേ സ്റ്റേഷൻ. നിർത്തുന്നില്ല, ഇത് വെറുതെ കാണിച്ചിട്ട് പോകാനാ, നിർത്തൂല. വീട് ഇറങ്ങിയിട്ട് കുറച്ച് പുറത്ത് നിന്നിട്ട് വീണ്ടും കയറാം. എന്നാ അങ്ങനെ ചെയ്യാം. ചായ പിടിച്ചിട്ട് വന്നാലോ? അങ്ങനെ തലശ്ശേരിയിൽ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ കഥ പറഞ്ഞോടത് എനിക്കറിയാലോ. ഇത് കൂട്ടി യോജിപ്പിക്കുന്നത് ഇത് കാന്തല്ലേ? ഈ സാധനം കാന്തല്ലേ? ഇത് കാന്തല്ലേ? അതെന്നാ സാധനം അവിടെ പൈപ്പ്? അത് വെള്ളം. അതാടാ മറ്റേ കുളത്തിട്ടിന്, 2 കുളത്തിട്ടിന്. അതാണ് ഈ സിനിമയിലെല്ലാം വില്ലന്മാർ അയച്ചളക്കുന്നില്ലേ? അയച്ചളക്കുന്ന ബോഗിമാറാണ്. ആണി അടിക്കുക. അതെ. ഇതില്ലേ ഇവര് പുഷ് ചെയ്തിട്ടില്ല, ഇത് സ്ലോ ആകുമ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടി, ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയാ. തലമാറ്റം. വോൾട്ട് എടാ പോന്ന് അത്ര അധികം നിർത്തിയിട്ടില്ല. കണ്ണൂര് ബാബാ അല്ല എക്സ്പ്രസ് വരും, എക്സ്പ്രസ് വരാനുണ്ട്. അല്ല അങ്ങനെയല്ല, അല്ല വണ്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അടുത്ത വണ്ടി. അല്ല അവരെന്ന് വിചാരിച്ചിട്ടുണ്ടാ പറയാ, ഇത് ആദ്യമായിട്ട് അതിനപ്പോ ഒരു ക്ലീനറിലെ ട്രെയിൻ കാണുന്നത്. എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത വണ്ടി വരാനുണ്ടെന്നല്ല. നമ്മള് ബസ് നിർത്തിയാ ചോദിക്കൂലേ ഏട്ടാ കടവിലേക്കുള്ള ബസ് വരാനുണ്ട്? കണ്ണൂർ മംഗളാപുരം അല്ലേ ഇത്? മംഗളാപുരം വണ്ടിയല്ലേ? കണ്ണൂർ മംഗളാപുരം തേജസ്വിനി. ആരെങ്കിലും ഞാൻ പറഞ്ഞു ഓടിപ്പാതി കേറിയിട്ട് ഇത് മംഗളാപുരം വണ്ടിയാ. 1.5 മണിക്കൂർ ബ്ലോക്ക് ട്രെയിൻ. ഈ ആൾക്കാർ ഇങ്ങനെ ഈ ട്രെയിന് സ്ലോയിൽ പോകാൻ കണ്ടിട്ടില്ലേ? ഈ ആൾക്കാർ ഓടിക്കേരും. കുറെ ആള് നമ്മൾ കാണാൻ പറ്റും. ചിലപ്പോ പെരിയ ആള് കയറിയിട്ടുണ്ടാവും, പെരിയ കുഞ്ഞുങ്ങൾ ഓടിക്കേരും. അങ്ങനെ കുറെ വണ്ടി എടുത്തു കഴിഞ്ഞാലേ പിന്നെ മാക്സിമം ഒഴിവാക്കും. എന്ന് വെച്ചാല് നമ്മളെ യാത്ര, നമ്മളെ എന്ത് ആവശ്യത്തിനെക്കാട്ടിയും വലുതാണ് നമ്മളെ ജീവൻ. അതുകൊണ്ട് അത് നമ്മള് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട്. ട്രാക്ക് മാറുന്നുണ്ട് കേട്ടോ, പഴയ ട്രാക്ക്. എടാ മറ്റേത് പറഞ്ഞ വന്ദേ ഭാരത്. അപ്പോൾ വന്ദേ ഭാരത് പോകുന്നുണ്ട്. വന്ദേ ഭാരതിൻ്റെ സമയമാണിപ്പോൾ. ഇതിനെ ഞാൻ പോയിന് എറണാകുളം. നീ പോയില്ല. അപ്പോൾ വന്ദേ ഭാരത് പോയി. നല്ല നമ്മളെ തലശ്ശേരി കഴിഞ്ഞപാടുള്ള നമ്മളെ ഈ പുഴ ഇവിടെ ഫുള്ള് മറ്റേ ചെമ്മീൻ കൃഷി എന്തെല്ലോ കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ. അടിപൊളി സ്ഥലമാണിത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റേഷൻ ഏതാ? എനിക്ക് കണ്ണൂർ എന്നല്ല, ഇപ്പൊ മാഹിയുണ്ട്. തലശ്ശേരി കഴിഞ്ഞില്ലേ? ഇനി മാഹി കഴിഞ്ഞിട്ടാണല്ലോ. ഇനി എടക്കാട് ആയിരിക്കൂല, അതിന്റെ മുമ്പിലുണ്ട്. അതിന്റെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പറശ്ശിനിക്കടവ്. ഒരാളെ തൊപ്പിയും കണ്ണട ഇപ്പൊ മാറിപ്പോയിനു. ബസ്സിന് സ്പീഡ് കൂടി, അല്ല ബസ്സിലല്ല ട്രെയിനിന്റെ സ്പീഡ് കൂടി. എനക്ക് വന്ന് ഡ്രൈവർ കണ്ണൂരുള്ള ആളാ, ഇറങ്ങണ്ട. സ്പീഡ് എത്ര കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര സമയം നിർത്തിയിടുന്നുള്ളത്. ഇല്ല ഒരു സ്ഥലത്ത് നിർത്തിയില്ല അധികം. പക്ഷേ ഇത് കുറച്ച് നേരത്തെയാണ് കേട്ടോ, നമ്മള് വിചാരിച്ചതിനെക്കാട്ടി നേരത്തെ എത്തിയിട്ടുണ്ട്. അനക്കിങ്ങനത്തെ പുഴയെല്ലാം താഴോട്ട് ഇപ്പൊ കാണുമ്പോല്ലേ അനക്ക് പേടിയോ? ഇങ്ങനെ താഴോട്ട് പുഴയെല്ലാം പാസ് ചെയ്യുമ്പോ, ഹൈറ്റ് എല്ലാം പാസ് ചെയ്യുമ്പോ അനക്കൊരു പേടിയോ? നമ്മൾ ശരിക്കും ട്രെയിനിൽ സത്യത്തിൽ ഇവിടെ നിൽക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്നതിന് ആരും ഒന്നും പറയുകയും ചെയ്യില്ല. ആരായി പറയണ്ടേ?
പറയൂല. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളില്ലേ നമ്മളെ ആരും പറഞ്ഞു തരണ്ട, നമ്മൾ അറിഞ്ഞ് ചെയ്യണം. അതിന്റെ ആടെ പോയി നിന്നിട്ട് തുമ്പത്ത് നിന്നിട്ട് ഇങ്ങനെ അത് ചവിട്ടണം. ഈ സാധനം ഇത് കാന്താണ്, ഇത് ഇവിടെ കാന്തുണ്ട് ഇടാ. പക്ഷെങ്കില് ചില നേരം ഇത് കാറ്റിന് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് നിൽക്കറ അറിയാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കാറ്റിന് വന്നിട്ട് ഇത് അങ്ങ് അടിച്ചു പോയിട്ടുണ്ടെങ്കിലേ ഭയങ്കര അപകടമാവും. ധർമ്മട സ്റ്റേഷൻ ഉണ്ടാ ആടെയും ചവിട്ടി. ധർമ്മടം ഒരാളും കയറാനും ഇല്ല ഇറങ്ങാനും ഇല്ല. എന്നാലും വെറുതെ ചവിട്ടി ഏതെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് കയറ്റേണ്ടി വരാ. ചെക്കനെ വിളിച്ച് കയറ്റവാ. ചെക്കൻ സ്കൂളിൽ ഇതാ ഒന്ന് കണ്ണൂർ പോയിട്ട് വരാലോ എനിക്ക്. എന്നാണ് പ്രശ്നം. ചോദിച്ചോട്ടെ ചെക്കനെന്നല്ല എന്തോ ദുഃഖം. കണ്ണൂർ അങ്ങോട്ടാ ഇത് കല്ലെടുത്ത് എറിയതായിരിക്കും പിള്ളേർ. കുഞ്ഞു പിള്ളേരോടങ്ങനെ ചോദിച്ചാലേ കല്ലെടുത്ത് വെച്ച് കയറി. നല്ലൊരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട്. കാസർഗോഡ് തിരുവനന്തപുരം കാട് റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഇവിടെ ആണ്. എല്ലാ സ്റ്റേഷനും ഇറങ്ങിയ റെക്കോർഡ് റെയിൽവേന്റെ ഇംപ്രായത്തെ അവാർഡ് റഷീദ് ഖാക്ക്. എന്നുവെച്ചാൽ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങാൻ ബാക്കിയില്ല, എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ഇതിനകത്തില്ലേ ഇപ്പൊ വേറെ വീഡിയോ ആണില്ലേ പുറത്തുനിന്ന് ഫോൺ പിടിച്ചിട്ടുന്നേ നിർത്തിയാടാടാ. പുറത്തുനിന്ന് ഫോൺ പിടിച്ച് കയറ്റിട്ട് ഓടും. ഇങ്ങനെ സ്ലോ ആക്കി എടുക്കുന്ന നിങ്ങളിങ്ങനെ ഫോൺ പിടിച്ച് ഫോട്ടോ എടുക്കൂലേ, നേരെ പുറത്തുനിന്ന് പിടിച്ചിട്ട് ട്രെയിൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആള് അത് ശരിയാ. അപ്പൊ സ്റ്റോപ്പ് ആകുമ്പോ നമ്മൾ ധർമ്മടത്താണ് മറ്റേത് ഏത് തുരുത്ത് നമ്മള് മുഴപ്പിലങ്ങാട് ബീച്ച് മറ്റേ ധർമ്മടത്ത് അടിപൊളി ഒരു തുരുത്തുണ്ട് കേട്ടോ. ബീച്ചിന്റെ അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് പോകേണ്ടവർക്ക് വീഡിയോ ഇറങ്ങേണ്ടത്. വീഡിയോ ഇറങ്ങേണ്ടിയിരിക്കാം ധർമ്മടത്ത് ഇറങ്ങേണ്ടത്. അതൊക്കെ ധർമ്മടം പാലായത്. അതിന് നേരെ അപ്പുറം വലിയ കടലാണ്, നല്ല അടിപൊളി ബീച്ച്. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ സ്ഥലം തുടങ്ങുന്ന ഇവിടെയാണ്. ധർമ്മടത്ത് ഇവിടെ ഒരു ബീച്ചുണ്ട്, അടിപൊളി ബീച്ച്, പാർക്ക് എല്ലാം ഉണ്ട് ഇവിടെ. ധർമ്മടത്ത് ഇവിടെയുണ്ട്. വരുന്നവർക്ക് വരിക, വിസിറ്റ് ചെയ്യുക. കണ്ണൂരിൽ തന്നെ നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലമുണ്ട്. അതെ അതെ ഒരുപാട് സ്ഥലമുണ്ട്. അതെ അപ്പൊ നിന്റെ റെയിൽവേ സ്റ്റേഷനിലെത്തി. എടക്കാട് ബറ്റാലിയൻ. എടക്കാട് ബറ്റാലിയൻ്റെ ഇതുണ്ടോ? അല്ല അതില്ല, പറയണ്ട. പിന്നെ എടക്കാട് എന്നോട് കോപിക്കും. എനിക്ക് അടുത്ത സ്റ്റേഷൻ കണ്ണൂരാണ്. ആടെ ഇറക്കി വിടലായിരിക്കും മിക്കവാറും പോലീസുകാർ വന്നിട്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ ഇത്രയും വരണ്ട. ഓക്കെ ബൈ. അങ്ങനൊരു തല മാത്രം വരുന്നുണ്ട്, ഉടലില്ല അതിന്, തല മാത്രം. ഈ ചില മീന് കണ്ടത്തിൽ പണ്ട് കൊത്താൻ വേണ്ടി പോകുമ്പോൾ കാണുന്നില്ല. അതേതോ അടുത്തടിയോ കയറിയട്ടാ. അത് ലേഡീസ് കമ്പാർട്ട്മെന്റാ, പിടിക്കും ഇപ്പൊ അപ്പുറത്ത് പോലീസ്. ഞാൻ പേടിച്ചിരുന്നില്ലേ, എനിക്ക് കയറിയിട്ടുണ്ടാവുന്ന അറിയാല. പക്ഷെ ഇതിനോട്ട് അപ്പുറം കിടക്കാനാവില്ലോ, ആടെ ഇറങ്ങിക്കയറാനല്ലേ ആവും. എനിക്ക് കണ്ണൂരാന്ന്. എനിയാടി ഷോപ്പൊന്നുമില്ല എടാ. ആ എടക്കാട് ഷോപ്പിൽ നിർത്തിയാലോ എന്താക്കി അന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്റ്റേഷനിൽ പോയി അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോയി കയറി. ഇപ്പൊ ഇതിലോട്ട് സാധാരണ അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് ഇപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് വരാൻ പറ്റില്ല, ഇതാകാത്ത സ്ഥലമാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് ഇറങ്ങിയാലേ ഇതിനകത്ത് കയറാനാവും. ഇനി അടുത്തത് കണ്ണൂരാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത ഏതോ ഒരു സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട്. ഇല്ല ഇനി കണ്ണൂർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്.
നോക്കുന്നുണ്ട് ട്രെയിൻ സ്ലോ ആകുന്ന കണ്ടപ്പാട് നോക്കുന്നുണ്ടോ അത് നോക്കുന്നുണ്ട്. എനിക്ക് അധികം ധൈര്യമില്ല ഇങ്ങനെ പുറത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കാം. ആർക്ക് ഡ്രൈവർക്കാ? ആ കണ്ണൂർ 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 മംഗളാപുരം മംഗളാപുരം ആരുമില്ല. കാലിയാ? അപ്പൊ ഇതിനകത്ത് പകുതിയാ ഒറ്റ ഒന്നിനെ ആക്കിയിട്ടല്ലേ? ബസ്സുകാർ ഓട്ടോ കയറ്റി വിടുന്നാണെങ്കിൽ പെട്രോൾ ഇല്ലല്ലേ ഇനി? കൽക്കരി അല്ലേ? കരണ്ട അപ്പൊ കൽക്കരി തിന്നും തീവണ്ടിയല്ല, കൽക്കരി തിന്നും തീവണ്ടി. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അപ്പുറത്ത് പിടിച്ച് അടിക്കണായിരിക്കും. കണ്ണൂർക്കാരനായാലും കണ്ണൂർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏടുന്നായാലും അടി കിട്ടും. കണ്ണൂർ സൗത്ത് സൗത്ത് കൽക്കരി വണ്ടിയാ? ചാണക വണ്ടി? അത് ചാണക വണ്ടിയാണ്, ചാണക വണ്ടി. ചരക്ക് വണ്ടി, ചരക്ക് വണ്ടി. ഇവിടെ വന്നിട്ടില്ല. കണ്ണൂർ സൗത്ത്. എന്നാലും നിർത്തണോ? നിർത്തണോ? അതാണ് ഇവരെ ഡ്യൂട്ടി. ആ പക്ഷെ ആരെല്ലോ ഇറങ്ങാനുണ്ട് കണ്ടാ. വന്ന കേരിയെ പേടിപ്പിക്കാണ്ട്. അത് അടുക്കൂ കാന്തല്ലേ, അപ്പുറം ഇപ്പുറം അടുക്കൂ. അത് നോക്കണ്ട. നമ്മള് വടകരിയും, നിങ്ങൾ കണ്ണൂരും നമ്മള് വടകരിയും. അപ്പൊ നമ്മളിങ്ങനെ നമ്മളിപ്പം ബേക്കിലുള്ളത്, നമുക്ക് ബാഗ് എത്തണ്ടെങ്കിൽ മുന്നിൽ പോകണം. മറ്റേ സിനിമ കാണാൻ വേണ്ടി ടാക്കീസിൽ ആദ്യം കാണാൻ വേണ്ടി മുന്നിലത്തെ സീറ്റ് മുമ്പിൽ പോവാ. വേഗത്തിൽ ഈടാ കണ്ണൂർ സൗത്ത് ആവില്ലേ? നമുക്ക് ഇനി ഈടുന്നൊരു ട്രെയിൻ എടുക്കണ്ട. നമ്മളൊരു 10 മിനിറ്റും കൂടി, ഇനി 10 മിനിറ്റൊന്നും ഇല്ല, ഇനി ഒരു 5 മിനിറ്റും കൂടി ഇടുന്ന് നമ്മളെ നാട്ടിലേക്കുള്ളൂ. നാട്ടിലേക്കെന്ന് പറയും, നാട്ടിലല്ല, കണ്ണൂർ നമ്മളെ സ്റ്റേഷനിലേക്കുള്ളൂ. പക്ഷെ ഇവിടെ ഇനിയിപ്പോൾ അരമണിക്കൂർ പിടിച്ചിടും. എന്തിന്? ആ എക്സ്പ്രസ് വണ്ടിയില്ലേ, അതിനെ കയറ്റി ഇവിടെ. പക്ഷേ മുന്തിയ ആളാണ് ഏറ്റവും ആദ്യം എത്തണ്ടേ. അന്നേ നമുക്ക് ഇവിടെ നിർത്തും അവർ. 90 രൂപ ടിക്കറ്റ് ഇല്ലേ നമ്മളെ ടൈമിൽ? നമുക്ക് അതിന് തരികയല്ലോ. അത് കണ്ണൂരിൽ നിർത്തുന്നത് ഭാഗ്യം. അതങ്ങനെ നിസാമുദ്ദീനിൽ പോന്നെയോ? നമ്മൾ ഈ നടത്തം നടന്നാൽ എനിക്ക് പോകുന്ന അടുത്ത ഷോപ്പിൽ എത്താൻ സാധ്യതയുണ്ട്. ഈ നടത്തം നടന്നാൽ നമുക്ക് കണ്ണൂർ എത്താൻ പറ്റും. കുറെ പോകാണ്ടായിരുന്നില്ലേ? നടക്കേനു ഒറ്റ നടത്തം. കുറച്ചേ ഉള്ളൂ. ഇത് ഇനി നമ്മളെ പകുതിക്കൊന്നും കയറ്റൊന്നുമില്ല. കൈ നീട്ടിയാൽ കയ്യും ഉണ്ടാവില്ല, നീട്ടാൻ പിന്നെ ഇനി കാലും ഉണ്ടാവില്ല. നമുക്ക് ഡ്രൈവറോട് ചോദിക്കാം കുറെ ടൈം പിടിച്ചിടുമോ, എന്നിട്ട് നമ്മൾ ആ കാൽക്കുലേഷൻ എത്ര ഡ്രൈവറോട് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഡ്രൈവർ ഈടിയല്ല, ബേക്കിലല്ലേ ഡ്രൈവർ? മുമ്പിലാണ് ഡ്രൈവർ, മുമ്പിലല്ലാണ്ട് ഏതെങ്കിലും ബേക്കിൽ ഡ്രൈവറെ കാട്ടുന്നത്. മെട്രോ മെട്രോ ട്രെയിനിൻ്റെ അത് ബാക്കിലുണ്ടാവും ഡ്രൈവർ. ഇറങ്ങിക്കോ, നടക്കാം നമുക്ക് എല്ലാവരും കൂടി. മുതിരി എടാ നമുക്ക് ഇനി കയറാൻ സ്ഥലമില്ലേ? ചാണകത്ത് കയറേണ്ടി വരും വയ്യ. ഒരു ട്രെയിനിൻ്റെ ആടാ കുറേ ടൈം നിർത്തിയിടുവാ. എത്ര? 45 മിനിറ്റാ? 45 ഇനി പാസ് ചെയ്യാൻ എങ്ങനെ നമുക്ക് കിടക്കാം? നമുക്ക് നടക്കാൻ കുറേ ഉണ്ടോ?
അല്ല അവിടെ നമ്മൾ നടക്കാൻ കിട്ടല്ലേ ഇതാ ഇപ്പൊ അത്ര വേഗത്തുപ്പാ നടക്കാം. സമീപത്തിലേ സമീപോ എനക്ക് 5 മണിക്കായിരുന്നു സാധനം പഠിക്കാനുണ്ട്. ഓ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതിന്റെ പ്രവർത്തനങ്ങളല്ല. കൊറേ ടൈം ആവാ കണ്ണൂര് ഞാൻ നടന്നിട്ട് പോയിക്കോളാം. ഇതാ ട്രെയിനിന്റെ മുന്നിലെത്തിയുണ്ട്. ട്രെയിനിന്റെ മുന്നേ നമ്മളങ്ങനെ കിട്ടലില്ല പൊതുവെ. ട്രെയിനിന്റെ മുന്നും നമ്മളങ്ങനെ കാണാനില്ല പൊതുവെ. എന്തായാലും ഒരു അരമണിക്കൂർ ട്രെയിനിടെ നിർത്തിയിടും. ഇനി 2 വണ്ടി പോകാനുണ്ട് ക്രോസ് ചെയ്തിട്ട്. അന്നേരം നമ്മൾ ഇവിടെ ഈ ട്രെയിനിന്റെ മുന്നേടിയ നമ്മൾ റെയിലിൽ ട്രാക്കിൽ വരില്ല എന്തായാലും വണ്ടി. ഈ ട്രാക്കിൽ വരില്ല. പക്ഷെ പറയാൻ പറ്റില്ല, ഇത് ഒന്നിക്കും. അല്ലല്ല, ഈ ട്രാക്ക് അവസാനം വരെ നടക്കുമ്പോൾ നടക്കാം. ഈ ട്രാക്കില്ലേ യോജിക്കുന്നിടത്തം വരെ നടക്കാം. ഒന്നും നോക്കണ്ട. ആദ്യമായിട്ട് ട്രെയിനിന്റെ ട്രാക്കില് മുന്നിലോട്ട് നടക്കുന്ന ആൾക്കാരെന്നുള്ള ഇന്ത്യൻ റെയിൽവേന്റെ ഇന്ത്യൻ റെയിൽവേ വിളിച്ചിട്ട് നമുക്ക് പറയാലോ ഇത്ര ടൈം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മൾ സമയത്തിനൊരു കാര്യമില്ലേ. അതൊരു കാര്യല്ലേ. കാര്യമാണ് അത്. ആരതായാലും സമയം കുഞ്ഞു കുട്ടീന്റെ ആണെങ്കിലും ആരും ഈ ലോകത്ത് 24 മണിക്കൂർ ഫ്രീ ആയിട്ടുള്ളതില്ല. ഞാൻ കുറച്ച് പിടിച്ചതരാം. കൈ ഭയങ്കര കഷ്ടം. ഒരാളും നമ്മളെ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരാൾ പോലും ഫോൺ നോക്കുന്നതാണെങ്കിൽ പോലും മൊബൈലിൽ തോണ്ടുന്ന ആളാണെങ്കിൽ പോലും അവരവരേലായ എന്റർടൈൻമെന്റിലാണ് ഉള്ളത്. അപ്പൊ അവര് എൻഗേജിങ് ആണ്. അപ്പൊ നമ്മൾ ഒരാളും ഒരു കുട്ടി ചെറിയ കുട്ടിയായാലും അവർ ഫ്രീ അല്ല. അവർ ആ സമയത്ത് കളിക്കേണ്ട കളി അവർ കളിക്കുന്നുണ്ട്. അപ്പൊ ആരും ഫ്രീ അല്ല എന്നുള്ളതാണ്. ഫ്രീ അല്ലെങ്കിലും ഇടക്കിടക്ക് ബാക്കോട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ട്രെയിൻ വരുന്നുണ്ടോ? ഒരു ട്രെയിൻ അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ട്രെയിൻ അങ്ങനെ വരുന്നില്ല. ഈ ട്രാക്ക് ഏടുന്നാണോ മാറുന്നത് അന്നേരം നമ്മൾ മാറണം. അന്നേരം അങ്ങനെ കണ്ണൂർ അപ്പുറത്തെ സ്റ്റേഷനിൽ കുറെ നടക്കാനില്ല. 5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 5 കിലോമീറ്റർ എത്തുമ്പോ ആ ട്രെയിൻ എത്തും. 5 കിലോമീറ്റർ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും പോയാൽ കണ്ണൂർ ടൗൺ ഓടിക്കാൻ വഴിയില്ല. കുഞ്ഞു വഴി ഒരു വഴി എടാ ആടെ എത്തിയ ഏതെങ്കിലും റോഡ് കിട്ടൂലേ? റോഡുണ്ടല്ലോ. റോഡുണ്ട്, അതിനേക്ക് പിടിക്കാം. എന്തായാലും മേലെ ചൊവ്വ കഴിഞ്ഞു. മേലെ ചൊവ്വ കഴിഞ്ഞു. ട്രെയിനാണ് ആദ്യം മൊത്തം കാര്യ എല്ലാരും നമ്മുടെ ട്രെയിൻ ആടെയുണ്ട്. വരുന്നുണ്ടെങ്കിൽ കൈ നീട്ടാട്ടെ, അയാൾ ചിലപ്പോ കേറ്റു. ഹലോ എടാ അടിപൊളി വീട് കേട്ടോ അയാളെ. നല്ല അടിപൊളി വീട്. അയാൾ കയറ്റടച്ച്. ഓക്കെ നമ്മളങ്ങനെ നടക്കട്ടെ ഏട്ടാ. ഇങ്ങനെ നടന്നോ. എടാ മറ്റേ വണ്ടി വരുന്ന. ഹലോ ഒച്ചപ്പാടാക്കിട്ട് വരുന്ന. ഹലോ എടാ ഈനാ നമ്മൾ വരണ്ട. വെറുതെ ഒച്ചപ്പാടാക്കുന്നത്. എടാ ഈനാ നമ്മൾ വരേണ്ടത്. ആ ട്രെയിനും ഇല്ല ഇതും ഇല്ല. നടുപ്പ് ഇതോളൂട്ട് നടന്നോ. ഇതിലോട്ട് നടന്നോ. ചെക്ക പറഞ്ഞ 5 കിലോമീറ്റർ ഉണ്ട് പോലും. 5 കിലോമീറ്റർ മൈലിലേക്കുള്ള ദൂരമുണ്ട്. അത്രയുണ്ടാ? ഇല്ല നമുക്ക് ഇല്ലില്ല. ഇല്ലല്ല, അടുത്തൊരു സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷനിൽ നിൽക്കാം. ഈ ട്രെയിൻ വരും. നിർത്തും. ഇത് സൗത്ത് എത്തി. ഇനി ഒരു ചെറിയ സ്റ്റേഷൻ ഉണ്ട്. എനിക്കറിയാം സത്യമായിട്ടും. നിർത്തുമ്പോ നോക്കാം. നോക്കാലോ. അപ്പൊ ഇപ്പൊ നമ്മള് ട്രാക്ക് മാറി. ഇതിന് ട്രെയിൻ വരുന്ന ട്രാക്കാണ്. ഒരു ട്രെയിനും കൂടി വരാനുണ്ട്. അതുകൂടി വന്നാലേ പൈസ കൊടുത്തിട്ടല്ലേ നടക്കുന്നേ. ഇതൊരു വേറെ. പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടാ. വെയിലും അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് വേറെ തിരക്കൊന്നുമില്ലാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ബേക്കിലോട്ട് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ കണ്ണൂർ വേഗം എത്തും. അപ്പോൾ നമ്മൾ ട്രാക്കിൽ നിന്ന് തെറ്റി ഇങ്ങോട്ട് വന്ന് ഇതിലൂടെ റോഡത്തുനിന്ന് റോഡ് കാണുന്നുണ്ട്. എത്തിയാൽ മതി. 2 ഇളനീർ കുറച്ചാലോ.
കേസായിരിക്കും. നമ്മൾ മലയാളികളെല്ലാവരും സഹോദരി സഹോദരന്മാരല്ലേടാ. അത് പറ്റില്ല. നിങ്ങളുടെ വീട്ടിലെ തേങ്ങ വന്നിട്ട് അപ്പുറത്തെ വീട്ടിലാരും പഠിച്ചാൽ തിരിയുക സഹോദരി സഹോദര ബന്ധം. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയിട്ടുമില്ല. ഇവിടെ വെച്ചതാണെങ്കിൽ പോവുകയും ചെയ്യുന്നതാണ്. 2 ട്രെയിനും പോയി. ഇനി പേട് കണ്ണൂർ ഏതാണ് ഇരിക്കുന്ന കണ്ണൂർ സ്ഥലം ഉണ്ടോന്ന് വരെ അറിയില്ല. അതിലോട്ട് പോയാൽ കണ്ണൂർ ടൗണിലെത്തുവാ. ടൗണിലല്ല, ഇത് ഓട്ടോറിക്ഷ കിട്ടുന്ന ഏരിയ എത്തുമല്ലേ? കുറേ പോകണ്ട, കുറച്ച് വേണോ? കുറച്ച് പോകുന്നത് നമുക്ക് ആ ട്രെയിനിലേക്ക് തന്നെ പോകുന്നില്ല നല്ലത്. ഓക്കെ, നമ്മളിനി ഓട്ടോറിക്ഷ ഇട്ടോ നടന്നിട്ട് അണ്ടത്തോടാ മരക്കാറേണ്ടി എത്തിയാടാ നമ്മള്. നിതീഷിനെ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യിക്കലാന്ന്. ഒരു ഹെൽപ്പ് ചെയ്യോ? ഇവരെല്ലാം ഹെൽപ്പ് ചെയ്തല്ലേ നമുക്ക്. ഇപ്പൊ ഓനെ എവിടെയോ ട്രെയിൻ പിടിച്ചിട്ടുള്ളത്, ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല എടുക്കുന്നത്. എന്താ ചെയ്യാ, നമുക്ക് നടക്കാം. കൊറേ നടക്കാണ്ടാ. അല്ല, ഒരു റോഡ് ഓട്ടോറിക്ഷ ആ മെയിൻ റോഡ്. നമുക്കില്ല, കണ്ണൂരേക്കാ പോണ്ടേ. കണ്ണൂരേക്ക് സിറ്റി എത്തി, മെയിൻ റോഡ് എത്തി. ഓട്ടോറിക്ഷയെല്ലാം കിട്ടും, ആ ബസ്സും കിട്ടും. ബസ് സ്റ്റോപ്പാ എന്നാ ഓക്കെ. കണ്ണൂർ എങ്ങോട്ടാന്ന് ചോദിച്ചോക്കെ? ഇത് അണ്ടത്താടാ കണ്ണൂര്. അങ്ങോട്ടേക്ക് എന്താ പറഞ്ഞേ? അതെയാ, എങ്ങോട്ടാ കണ്ണൂര്? അങ്ങോട്ടാ, അങ്ങോട്ട് കണ്ണൂര്. നമുക്കിത് ബസ്സിന് പോകണം. ഇത് അണ്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടാ. അണ്ടത്തോട് സ്ഥലം കണ്ടു. അതെ, ഇനി നമുക്ക് ബസ്സിന് പോവാം. വെള്ളം കുടിച്ചാലോ നടന്ന്? ഈ ജീരക സോഡ. ജീരക സോഡ. നിനക്ക് ജീരക സോഡ ഉണ്ടോ? തണ്ടിക്കാട് തള്ള ഒരു ജീരക സോഡ കുടിക്കട്ടെ. തളർന്നു പോയി. ഫുള്ള് കുടിക്കുന്നുണ്ടല്ലോ. പറയുന്നില്ലേ? ഓട്ടോറിക്ഷ വേണ്ട, കുറേ പോകാനുണ്ടാവില്ലേ? ഓട്ടോറിക്ഷക്ക് എത്രയും പൈസ ചോദിച്ചാ? അത് വിളിച്ചിട്ട് വന്നെയോ? വിളിച്ചിട്ട് അവരിപ്പം കയറാം. എങ്ങനെ നമ്മൾ ഇവിടെ എത്തിയത്? എങ്ങനെയല്ലോ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പൊ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, ട്രെയിനിന് വന്നാൾ ഇങ്ങനെ എടുത്തത് ആദ്യത്തെ. നടന്നത്ര ഞാൻ ജീരകവെള്ളം സോഡയാണ് കുടിക്കുന്നത്, നീ ചിരിപ്പിക്കല്ല. ശരിക്കോ? അല്ല, എവിടെ ഇരിക്കുന്നേ? നാടെ ഇരിക്കാം. അല്ല എടീച്ചാടാ, വരുമ്പോൾ മാറിക്കൊടുത്തിട്ട് അത്ര ഇതുണ്ടാവില്ല. എത്രയാ? 30. 15 രൂപ നോട്ടുണ്ടായിരുന്നു. ഇതല്ലേ പറഞ്ഞ ആകെ 5 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ പറയുന്നില്ല, ഞാൻ നടന്ന വടകരക്കുന്ന 30 രൂപ ഉണ്ടായില്ല ഒരാൾക്ക് കണ്ണൂരേക്ക്. എന്നിട്ട് ആദ്യം ഇറങ്ങി 15 രൂപ നോട്ടം കൊണ്ട് ബസ്സിന് പേടിയാ ഭഗവാൻ എത്തിയിട്ട് ഒരു ഐഡിയ ഇല്ല. ഒന്നുമില്ല, ട്രെയിൻ ബൈക്കായി ടയർ പഞ്ചറായിട്ട്. ഒരാളോട് പറയാൻ പറ്റും, ഒരാളോട് ഞാൻ കണ്ണൂർ വരെ എത്താം. കണ്ണൂർ എത്തിയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയേക്കാം. അത് മങ്ങനാപുരത്തെത്തിയായിരിക്കും ആ ട്രെയിൻ. ഗവൺമെൻറ് ആശുപത്രി, കണ്ണൂർ ആശുപത്രി എത്തി. അതാ ഞാൻ ജനിച്ച സ്ഥലമെത്തി. ഞാൻ ജനിച്ച സ്ഥലം നീടെ ജനിച്ചിന് അല്ല വൈകിട്ട് ആശുപത്രി ഇല്ല. ഇല്ലയാ, ഞാനിവിടെ ജനിച്ചു. ഇതാണ് കണ്ണൂർ ആശുപത്രി കെട്ടാൻ. ഇങ്ങോട്ട് വരത്തില്ലായിരിക്കും. കണ്ണൂര് ആശുപത്രിക്കുള്ള സ്റ്റാൻഡ് അത്. നമ്മളെ നാട്ടിലേക്കുള്ള ബസ് ഇടുന്നതാണ്. വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടെ ഇറങ്ങാം. എന്നാൽ ഇവിടെ ഇറങ്ങാം. ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്നത് പ്ലാസക്ക് എങ്ങനെ എടുക്കണം? ഇറങ്ങി ഇടിയല്ലേ? ഇനി ആദ്യം നടക്കണോ? മിക്കവാറും
ഇപ്പം നമ്മളല്ലേ വേഗത്തെ നമ്മളല്ലേ വേഗത്തെ നമ്മളെ ട്രെയിനും നമ്മൾ വന്ന ട്രെയിനും അങ്ങനെ നമ്മൾ കണ്ണൂർ അവിടെ കന്നിയടുത്തേക്ക് പോകണ്ടേ നമ്മള് എന്നോ അപ്പോൾ നമ്മൾ കണ്ണൂർ പ്ലാസൊക്കെ ഉള്ളത് സമയം 5 മണിയായി 5 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്. ആ അപ്പോൾ നമ്മൾ വിശന്നിട്ട് ഫുഡ് കഴിക്കുന്നത് എല്ലാം കൊണ്ടും വിശന്ന്. ട്രെയിനിൽ കയറിയത് കൊണ്ടും വിശന്ന്, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് വിശന്ന്, നടന്നിട്ടും വിശന്ന്. ഇനി ബസ്സിൽ കയറിയിട്ട് ആദ്യം പോകണ്ടേ നമ്മളെ നാട്ടിലേക്ക്? 1 മണിക്കൂർ ഇനി ബസ് നാട്ടിലേക്ക് പോകാണ്ട്. അന്നേരം നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഞാൻ നെയ്ച്ചോറ്, ബിരിയാണി. ആ പക്ഷേ ഈ മുട്ട കറക്കുന്നത് രാത്രിയായല്ലേ? എത്ര മണിക്ക് പോയതാ? എത്ര മണി? അതുകൊണ്ട് നേരത്തെ എത്തിയില്ല. ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയോണ്ട് വേഗം എത്തിയില്ല. അതല്ലേ? ആ എന്നായിട്ട് ഇറങ്ങിക്കോ, ഞാൻ അപ്പുറം ഇറങ്ങാം.